ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ ലഭിച്ചിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. US-ൽ നിന്നുള്ള കർദിനാളായിരിക്കുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തയെയാണ് പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ പുതിയ പേരായി ലിയോ 14 മാർപ്പാപ്പ എന്ന പേര് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ഉള്ള മാർപ്പാപ്പയായി കത്തോലിക്ക സഭയുടെ അടുത്ത മാർപ്പാപ്പയായി ലിയോ 14 മാർപ്പാപ്പ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പത്രോസിന്റെ 267ാമത്തെ പിൻഗാമിയാണ് ഈ ലിയോ 14 മാർപ്പാപ്പ. ഇതിനു മുമ്പുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ ഒഴിവിലേക്കാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിലെ കർദിനാളുമാർ കോൺക്ലേവ് നടത്തുകയും അതിനുശേഷം കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തയെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ലിയോ 14 എന്ന പേരിലാണ് അദ്ദേഹം. എന്തായാലും വളരെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു എന്നത് സൂചിപ്പിക്കുന്നത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നതാണ്. എന്തായാലും കോൺക്ലേവിന്റെ ആദ്യത്തെ ദിവസം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയാണ് ഉയർന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പുതിയ മാർപ്പാപ്പയെ കിട്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ നമ്മളോട് പ്രതികരിക്കാനും മറ്റും സിറോ മലബാർ സഭയുടെ PRO ആയിരിക്കുന്ന ആന്റണി വടക്കേക്കര അച്ഛൻ ചേരുന്നുണ്ട്. ഫാദർ ആന്റണി, കത്തോലിക്ക സഭയ്ക്ക് ഇതാ ഒരു പുതിയ മാർപ്പാപ്പയെ കിട്ടിയിരിക്കുകയാണ്. 267ാമത് മാർപ്പാപ്പയായി പോപ്പ് ലിയോ 14 ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അങ്ങക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സഭാവൃത്തങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് മലയാളികളായ കർദിനാളുമാർ ഉൾപ്പെടെ റോമിലുണ്ട്, അവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ എന്താണ്? വളരെ സന്തോഷത്തോടുകൂടെയാണ് 130 കോടിയോളം വരുന്ന കത്തോലിക്ക വിശ്വാസികൾ ലോകമെമ്പാടും പ്രാർത്ഥനയോടെ കാത്തിരുന്ന് പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്നു പേരുള്ള 69 വയസ്സുകാരൻ ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി ലിയോ 14 എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. പാപ്പ നമുക്ക് പുതിയ പാപ്പായെ ലഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ലോകത്തെ അറിയിച്ചുകൊണ്ട് ഈ കർദിനാൾ തിരുസംഘത്തിലെ ഒന്നാമനായി ഉണ്ടായിരുന്ന കർദിനാൾ ഡൊമിനിക് അംബർട്ടി, ഫ്രഞ്ച് കർദിനാളാണ്. അദ്ദേഹമായിരുന്നു പ്രോട്ടോ ഡീക്കനായി കർദിനാൾ തിരുസംഘത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയും അദ്ദേഹം ലോകത്തിന് മാർപ്പാപ്പയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഞാനിതാ വലിയൊരു സന്തോഷ വാർത്ത നൽകുന്നു, നമുക്ക് പുതിയ വലിയ ലഭിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. 1985 മുതൽ 1998 വരെ പെറുവിൽ അജപാലന ശുശ്രൂഷയിലും ദീർഘ പരിശീലനത്തിലും മെത്രാസന മന്ദിരത്തിലും സേവനമനുഷ്ഠിച്ച റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന പേരുള്ള കർദിനാൾ 2001 മുതൽ 2013 വരെ അഗസ്തീനിയൻ സമർപ്പിത സമൂഹത്തിന്റെ നേതൃത്വ ശുശ്രൂഷയും വഹിക്കുകയുണ്ടായി. 2015 പെറുവിലെ ചിക്കലായോ രൂപതയുടെ മെത്രാനായി നിയമിതനായ അദ്ദേഹം 2023 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കർദിനാൾ അദ്ദേഹം ചെയ്തത്. മെത്രാന്മാരുടെ ഡിക്കാസ്റ്റിയുടെ പ്രീഫക്റ്റായി സേവനമനുഷ്ഠിച്ചു വരുമ്പോഴാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നെ ആദ്യ കാര്യം സൂചിപ്പിക്കാനുള്ളത്, കർദിനാളായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന പേരുള്ള നമ്മുടെ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നതാണ്. ക്രിസ്തുവിൽ ഒന്നാണ് മനോഹര വാക്യം അദ്ദേഹം തന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ലോകം മുഴുവനുമുള്ള മലയാളികളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ക്രിസ്തുവിന്റെ വികാരിയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും
വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പയെ കുറിച്ച് വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ആണ് ലോകമെമ്പാടും വിശ്വാസി സമൂഹം കാത്തിരുന്നത്. കാത്തിരിപ്പിന് അന്ത്യമായിരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത് 18ാമത്തെ ദിവസം കർദിനാളന്മാരുടെ കോൺക്ലേവ് ആരംഭിച്ച് 8ാം ദിവസം തന്നെ ഏകദേശം 18 മണിക്കൂറേ ആയിട്ടുള്ളൂ കർദിനാളന്മാരുടെ കോൺക്ലേവ് ആരംഭിച്ചിട്ടുണ്ട്. ആ 18ാം മണിക്കൂറിൽ തന്നെ നമുക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. മനസ്സിലാക്കുന്നതനുസരിച്ച് 4ാമത്തെ വോട്ടിംഗിൽ തന്നെയും അദ്ദേഹത്തിന് 3-2 ലഭിക്കുകയും മാർപ്പാപ്പയായി ഉയർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നത്, നേതൃത്വ ശുശ്രൂഷയാണ് കാണിക്കുന്നത്. അതിനാൽ തിരുസംഘത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ സ്ഥാനത്തെയും അതുപോലെ കർദിനാളന്മാർ അദ്ദേഹത്തെ മാത്രം വലിയ താല്പര്യത്തോടുകൂടി കണ്ടത് എന്നുള്ളതും വ്യക്തമാക്കുന്ന കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാം, ഈശോയുടെ ശിഷ്യനായ പത്രോസിന്റെ പിൻഗാമിയായി കത്തോലിക്ക സഭയെ നയിക്കാനുള്ള ലിയോ 14 മാർപ്പാപ്പയുടെ ഈ തിരഞ്ഞെടുപ്പ് കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് മലബാർ സഭയ്ക്ക്, കേരള സഭയ്ക്ക്, മലയാളി സമൂഹത്തിന് മുഴുവൻ, വിശ്വാസികളായാലും അവിശ്വാസികളായാലും എല്ലാവർക്കും വലിയ സന്തോഷത്തിന് കാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഈ ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള എല്ലാവരോടും ചേർന്ന് സീറോ മലബാർ സഭ പ്രാർത്ഥനാ സംസ്ഥകളോടുകൂടെ ലിയോ 14 മാർപ്പാപ്പയെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അദ്ദേഹം വിധേയത്വത്തോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനകളായിരിക്കാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ശരി, വളരെ നന്ദി ഫാദർ ആന്റണി വടക്കിക്കര, ഈ വൈകിയ നേരത്തും ഞങ്ങളോട് പ്രതികരിച്ചതിൽ. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പുതിയ പിൻഗാമിയെ ലഭിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലശേഷം കത്തോലിക്ക സഭയെ, ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള, US നിന്നുള്ള ഒരു കർദിനാൾ വരുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലോകം ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നത് വലിയ ആദരവോടുകൂടിയാണ് കാണുന്നത്. ഈ രാജ്യം മുഴുവൻ വലിയ ആവേശത്തിലാണ്. അതുപോലെ ലിയോ 14 മാർപ്പാപ്പയുമായി അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ, അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അവസരം താൻ നോക്കിയിരിക്കുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമാധാനം നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു വാക്യത്തോടു കൂടിയാണ് സെന്റ് പീറ്റേഴ്സ് ചത്തിരത്തിൽ കാത്തുനിന്ന ഏതാണ്ട് 40,000-ലധികം വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. വലിയ രീതിയിലുള്ള കരഘോഷങ്ങളോടെ കൈവീശി കാണിച്ച് ചിലർക്ക് കരയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവരുടെ സഭയുടെ തലവനാണ്, പത്രോസിന്റെ പിൻഗാമിയാണ്. അങ്ങനെ ആ രീതിയിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളാണ് മാർപ്പാപ്പ. എന്തായാലും അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയിൽ നിന്ന് ആദ്യമായി അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് ഉള്ള ഒരു കർദിനാൾ വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതും ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഡിഗ്രി ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മാത്തമാറ്റിക്സ് എന്നാണ് ഈ കർദിനാൾമാരുടെ കൊളീജിയവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളിൽ, സൈറ്റുകളിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. കണക്കിൽ ബിരുദമുള്ള അദ്ദേഹം പിന്നീട് ഡിവിനിറ്റിയിൽ, അതായത് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിയിൽ കാത്തലിക് തിയോളജിക്കൽ യൂണിയൻ ചിക്കാഗോയിൽ നിന്നാണ് അദ്ദേഹം ഈ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി പഠിച്ചത്. അതിനുശേഷം റോമിൽ നിന്ന് സെന്റ് തോമസ് അക്വിനാസ് സർവകലാശാല കോളേജിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാനോൻ നിയമത്തിലുള്ള ബിരുദവും PhD-യും അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്തത്. എന്തായാലും
വളരെ സന്തോഷത്തോടും ഏറെ ആത്മവിശ്വാസത്തോടും കൂടിയൊക്കെയാണ് കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയെ സ്വീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ മാർപ്പാപ്പയും പഴയ മാർപ്പാപ്പയും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. പോപ്പ് ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ ഒരു കർദിനാളായി മറ്റും ഉയർത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഈ ലിയോ 14 മാർപ്പാപ്പ ഇപ്പോൾ തന്നെ വത്തിക്കാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ്. ബിഷപ്പുമാരെയും മറ്റും തിരഞ്ഞെടുക്കുന്ന വത്തിക്കാനിന്റെ സമിതിയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഈ ലിയോ 14 മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ ഏറെ നാൾ പെറുവിൽ ജോലി അദ്ദേഹത്തിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് പെറുവിലൊക്കെ നിന്നിരുന്ന ഒരാൾ ഇനിയും കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകുമ്പോൾ പല കാര്യങ്ങളിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പോപ്പ് ഫ്രാൻസിസുമായി അദ്ദേഹത്തിന് അടുത്ത സാമ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിന്റെ പരിസ്ഥിതി കാഴ്ചപ്പാടുകളോടൊക്കെ വലിയ രീതിയിലുള്ള യോജിപ്പുള്ള ആൾ കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ മാർപ്പാപ്പ എന്നുള്ളത് ശ്രദ്ധാപൂർവം കാണണം. അതുപോലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ സാധുക്കളായ ആളുകളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഇവയെല്ലാം അഡ്രസ് ചെയ്യുന്നതിൽ പോപ്പ് ഫ്രാൻസിസിനെ പോലെ തന്നെ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകളുള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ബിഷപ്പ് ഈസ് നോട്ട് സപ്പോസ്ഡ് ടു ബി എ ലിറ്റിൽ പ്രിൻസ് സിറ്റിംഗ് ഇൻ ഹിസ് കിങ്ഡം. തന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ തന്റെ രൂപതയിൽ ഇരിക്കുന്ന ഒരു രാജാവാകാൻ പാടില്ല ബിഷപ്പ്. ഒരു യുവരാജാവിനെ പോലെ തന്റെ രൂപതയിലെ ഒരു യുവരാജാവിനെ പോലെ ഇരിക്കേണ്ട ഒരാളല്ല ബിഷപ്പ് എന്ന അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. സാധുക്കളായ മനുഷ്യരോട്, അഗതികളോട്, അതേപോലെ പരിസ്ഥിതിയോട് ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും പെറു പോലെയുള്ള ഒരു രാജ്യത്ത് അദ്ദേഹം വർഷങ്ങളോളം തന്നെ കർദിനാളായിരുന്നു. അതിനു മുമ്പ് പല ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ആഗോള കത്തോലിക്ക സഭ പ്രത്യേകിച്ച് യുഎസിൽ ജനിച്ച് വളർന്ന് പഠിച്ച് ഒക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു ബിഷപ്പിനെ, കർദിനാളിനെ പുതിയ മാർപ്പാപ്പയായി വരുമ്പോൾ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു അഭിമാനത്തിന്റെ സമയം കൂടിയാണ്. പലപ്പോഴും അങ്ങനെ ഏറെ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു ഈ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മാർപ്പാപ്പയാകും എന്നുള്ളത്. അങ്ങനെ കാര്യമായി പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് അല്ല. എങ്കിൽ കൂടിയും ഇപ്പോൾ ഇറ്റലിക്കും അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്നുള്ള ആദ്യ മാർപ്പാപ്പയെ ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി. അതിനൊക്കെ ശേഷം അമേരിക്കയിൽ നിന്ന് പുതിയൊരു മാർപ്പാപ്പ, പ്രത്യേകിച്ച് ലോകക്രമത്തെയൊക്കെ നിയന്ത്രിക്കാൻ വരെ കഴിയുന്ന അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി. ലോകമെമ്പാടുമുള്ള ആളുകൾ, അതിൽ കത്തോലിക്കരെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവരെന്നോ ഒന്നുമില്ല, എല്ലാ പ്രധാന ലോക നേതാക്കന്മാരും കേൾക്കാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് യുദ്ധമൊക്കെ വരുമ്പോൾ. എന്തായാലും ഇപ്പോൾ പുതിയ മാർപ്പാപ്പ വന്നിരിക്കുകയാണ്. അങ്ങനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ലിയോ 14 എന്ന പേരിലാകും പുതിയ മാർപ്പാപ്പ അറിയപ്പെടുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.